വീടും ഇല്ല, ചെലവിനും ഇല്ല. ഈ കാര്യം ഒന്നൊക്കെ തച്ചെങ്കിൽ 10 ലോട്ടറി എടുത്തെങ്കിലും മേലെ റോഡിലോട്ടെങ്കിലും കൊണ്ടുവരണമെന്ന് വിറ്റായാലും ഞങ്ങൾക്ക് ഒരു പാലെങ്കിലും മേടിക്കാമല്ലോ. അതിന് പോലും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. നമ്മുടെ സുഹൃത്തുണ്ട് ദീപു എന്ന് പറഞ്ഞ്, അദ്ദേഹമാണ് എനിക്ക് ദൗത്യത്തെ വളരെ ദയനീയമാണ്, സുഹൃത്തിന്റെ നാടല്ലയോ ഒന്ന് വരണേ എന്ന് പറഞ്ഞു. ഞാൻ ബാബു സുൽത്താനെ. ഞാനിപ്പോ എനിക്ക് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഇപ്പൊ ഉത്തരേശ്വര പഞ്ചായത്തിലെ 9ാം വാർഡിലാണ്. നമ്മുടെ സ്ഥലമാണ് പുരീക്കലാണ് നിൽക്കുന്നത്. എന്നോടൊപ്പം നമ്മുടെ മനോജേട്ടൻ ഉണ്ട്. മനോജേട്ടൻ നമ്മുടെ കുട്ടിക്കാലിനോട്ട് നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്താണ്. അപ്പം ഇദ്ദേഹം കൂലിവേലയൊക്കെ ചെയ്യുന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ പാറപ്പണിയൊക്കെ ആയിരുന്നു അല്ലേ? ഈ പാറപ്പണി തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് മനോജേട്ടൻ വന്നു. ഭയങ്കര മഴയൊക്കെ ചെളിയൊക്കെ പുതഞ്ഞു കിടന്ന സമയത്ത് ഒരു പാറപ്പണിയായിരുന്നു. വലിയ പാറകൾ പോലും ആളുകൾ ഒരുമിച്ച് ചേർന്ന് പൊക്കി തലയിൽ വെച്ച് കൊടുത്തപ്പോ അതും ചുമന്നുകൊണ്ട് ആ ചെളി കൂടെ ഒക്കെ ചവിട്ടി എത്ര ദൂരം കൊണ്ടുപോയി അത്ര ഈ കഠിനാധ്വാനം ചെയ്ത ഒരാളാണ്. സത്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ ഓണത്തിന് ഈ വീടൊന്ന് ശരിയാക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ ഉത്സവിച്ചത്. അത് ആ കാശ് മൊത്തം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലുമായി കൊട്ടാരക്കരയായി. ഷീറ്റെങ്കിലും മേടിച്ചിടാമെന്നും പറഞ്ഞിരുന്നതാ. മൊത്തം ചോന്നൊരിച്ച് കിടക്കുക. ആവശ്യത്ത് പറഞ്ഞ കണക്ക് നമുക്കെല്ലാം ചെയ്തു തരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം നമുക്കൊരു വിശ്വാസവും, പിന്നെ അത് മാത്രമല്ല പല കാര്യങ്ങൾക്കും പുള്ളി നേരിട്ടൊക്കെ നിന്നിട്ടുണ്ടെന്നുള്ള ഒരിതുണ്ട്. പണ്ട് തൊട്ടേ അറിയാവുന്നവര്. തീർച്ചയായിട്ടും എന്റെ പ്രതീക്ഷ നിങ്ങളിലാണ്. മനോട്ടന്റെ അമ്മ പറഞ്ഞ മാതിരി ഈ കാലൊന്ന് വെക്കാൻ സഹായിച്ചു കഴിഞ്ഞാല് ലോട്ടറി എങ്കിലും വിറ്റ് ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അമ്മയെ സംരക്ഷിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് മേലോട്ട് പോകാനായിട്ടുള്ള നടന്നു പോകാനേ പറ്റും. അല്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ സഹായം നമുക്ക് വേണം. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വെച്ചാൽ പല മേഖലകളുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള സാധാരണപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എല്ലാവരോടും പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടെ വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ രാഷ്ട്രീയം നോക്കണ്ട, അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിനെ സഹായിക്കാൻ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഞാൻ പറയാനുള്ള കാര്യം അത്രയ്ക്ക് വിഷമകരമായ ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് വേറെ ഒരു പോക്കും ഇല്ല. ഞാൻ തൊഴിലുറപ്പിന് പോയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞേ അവരെല്ലാം വന്നമ്മേ എന്ന് പറഞ്ഞു. നമുക്ക് തൊഴിലുറപ്പിന് പോയിട്ട് വന്നതേ ഉള്ളെന്നാണ് പറയുന്നത്. അമ്മ ഇപ്പം തൊഴിലുറപ്പിന് പോയാണ് മനോജേട്ടനെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ ഗുളിക കടം മേടിച്ചു കൊണ്ടുവന്നാ കൊടുക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾക്ക് നിവർത്തികേടായിട്ടായി കിടക്കുക. മനോജേട്ടന്റെ ഒരു കാലൊന്ന് വെക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും, വലിയൊരു പുണ്യമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അമ്മ കാല് മാറ്റി പറ്റിയിരിക്കും. നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ.